പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 1:28. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കൃപയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ നമ്മൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സ്ത്രീകളിൽ നീ എന്നും അനുഗ്രഹീത. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവകൃപയിൽ നിറഞ്ഞിടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്വർഗസ്നായ പിതാവിൻ്റെ പൊന്നുമകളായ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിക്കുവാനായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ജീവിതം പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്ന ഞങ്ങൾ അജ്മാൻ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ളവരാണ്. ഞാൻ ആൽഫി ബിജു, ഷാർജയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ടീന ജോർജ്, ഞാൻ ദുബൈയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സിമി ലിനോയ്, ഷാർജയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെ പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് ജപമാല തന്നെ ആയിരുന്നു. എനിക്ക് ജപമാല ചെല്ലാനായിട്ട് എപ്പോഴും ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു കൊതിയായിരുന്നു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ജപമാല ചെല്ലുകയും നന്മ നിറഞ്ഞ മറിയുമ ജപമാല ഫുള്ളായിട്ട് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും നന്മ നിറഞ്ഞ മറിയുമ ചെല്ലുമായിരുന്നു. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കരം പിടിക്കുന്നു എന്നൊരു ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയിലേക്ക് അടുക്കുമ്പോൾ ഒരു വലിയ സന്തോഷം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെ, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ നിന്റെ ഉദരഫലം അനുഗ്രഹീതം എന്നല്ലേ ആവർത്തിച്ച് പറയുന്നത്. അത് ശരിക്കും സ്വർഗത്തെ നോക്കി നമ്മൾ ഡയറക്റ്റ് ഈശോയെ സ്തുതിക്കുക, അല്ലെ? അമ്മയോടൊപ്പം ഈശോയെ സ്തുതിക്കുക പ്രാർത്ഥനയില്. അതെ, സങ്കീർത്തനം തന്നെ പറയുന്നല്ലോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ടെന്ന്. ജപമാല ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും അമ്മ എന്നെ ഈശോയുടെ അടുത്ത് പോയി ആ ഒരു സ്വർഗത്തിൻ്റെ ആനന്ദത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാൻ സൗദിയിലായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ജപമാല ചൊല്ലി തുടങ്ങുന്നത്. ആ ഒരു സമയം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരിക്കലും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും വേണമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. ആ ഒരു സമയത്ത് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലൊരു ആയുധമായിട്ട് എടുത്തത് ജപമാലയായിരുന്നു. ജപമാല ഓരോന്നും ചെല്ലുമ്പോൾ അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ എൻ്റെ കയ്യെ പിടിക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യം എനിക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. അത് ദൈവം അനുഗ്രഹിച്ച് ഇപ്പോഴും തുടർന്നു പോകുന്നു. ഒത്തിരി, പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഫഷനിലുള്ളവർ ഒത്തിരി മക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നഴ്സിംഗ് പഠിക്കുവാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിലേക്കൊക്കെ പോയി നിൽക്കുമ്പോൾ അപ്പനും അമ്മയും കൂടെ ഇല്ല, പെട്ടെന്നൊരു ആശ്രയമില്ലാതെ വരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ആശ്രയത്തിൽ ഒരു പെറ്റമ്മ ഇല്ലാതിരുന്ന സമയത്ത് സ്വർഗത്തിലെ അമ്മ വലിയൊരു സാന്നിധ്യം തരുന്നു. ഒരമ്മയുടെ അനുഭവം ഒത്തിരി മക്കൾക്ക് ആ സമയത്ത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഒത്തിരി നഴ്സുമാരെന്ന് കേട്ടിട്ടുണ്ട്. അതെ 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 കാരണം നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം നമുക്ക് ശരിക്കും ഒരു ഹോം സിക്കാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവിടുന്ന് ഫോൺ വിളിച്ച് അവരോട് സംസാരിക്കണമെങ്കിൽ അതിന് ടൈമിംഗ് ഒക്കെ കാണുമായിരിക്കും. പക്ഷേ പരിശുദ്ധ അമ്മയെന്ന് പറയുന്ന അമ്മയെന്ന് വിളിക്കുമ്പം അമ്മ നമ്മുടെ അടുത്ത് ഓടിയെത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാനുഷിക തലത്തിൽ പറഞ്ഞാൽ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നത്, അല്ലെ? അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തെ ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയോടൊപ്പം ആനന്ദിക്കാൻ, അല്ലെ സ്വർഗത്തെ നോക്കി സ്തുതിക്കാൻ ഒക്കെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒക്കെ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അമ്മയുടെ കൂടെ ഇരുന്നുകൊണ്ട് ആടിപ്പാടാനും അമ്മയുടെ കരം പിടിച്ച് സ്തുതിക്കാനും ഒക്കെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സമയത്ത് കൂടുതലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹം അനുഭവിക്കുമ്പം അത് സ്വർഗത്തിൽ നിന്നുള്ള സ്നേഹം പകർന്നു തരുന്ന ഒരു അനുഭവം, അമ്മയോടൊപ്പം ആനന്ദത്തിലായിരിക്കാൻ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എൻ്റെ സഹനത്തിൻ്റെ നിമിഷങ്ങൾ വരുമ്പോൾ, അല്ലെ നമുക്ക് പ്രതിസന്ധികളിൽ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മ എപ്പോഴും ചേർത്ത് നിർത്തുന്നതായിട്ട്, അമ്മ അവിടെ ഒറ്റയ്ക്കാക്കി നമ്മളെ വിടുന്നതേയില്ല. ശരിക്കും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ 4-ാം സ്ഥലത്തെത്തുമ്പോൾ ഈശോയെ താങ്ങുന്ന പരിശുദ്ധ അമ്മയെ കാണുമ്പം ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുന്ന സമയങ്ങളൊക്കെ ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, അമ്മേ എൻ്റെ ആ സഹനത്തിൻ്റെ യാത്രയിൽ അമ്മ എപ്പോഴും 1-ാം സ്ഥലത്ത് തന്നെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. അത് ഒരു സ്ഥലം പോലും ഞാൻ തന്നെ കടന്നു പോവില്ല എന്ന് എൻ്റെ അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. ആ 1-ാം സ്ഥലത്ത് തന്നെ അമ്മ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും എന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് സന്തോഷത്തിലായിരിക്കുമ്പോഴും അതുപോലെ തന്നെ സഹനത്തിൻ്റെ നിമിഷങ്ങളിലും ആ പ്രതിസന്ധി വരുമ്പോഴും പരിശുദ്ധ അമ്മ ആ ചേർത്ത് നിർത്തി ആ പ്രത്യാശയിലേക്ക് നടത്തുന്നത്, ആ ദുഃഖത്തിൽ ആഴ്ന്നിരിക്കാൻ അമ്മ സമ്മതിക്കില്ല, അല്ലെ പ്രതിസന്ധിയെ മറികടക്കാൻ ഒരു പോംവഴി അത് എപ്പോഴും ഈശോ തന്നെയായിരിക്കും. പ്രത്യാശയിലേക്ക് വഴി നടത്തുന്ന അമ്മ, ആ ഒരു സ്നേഹം, ആ ഒരു ആനന്ദം, അതാണ് എനിക്ക് അമ്മയിൽ നിന്ന് ഏറ്റവും അനുഭവിക്കാൻ പറ്റുന്നത്. എനിക്ക് ചേച്ചിയുടെ അമ്മയോടുള്ള അടുപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ അമ്മയും വല്യമ്മച്ചിയൊക്കെ സന്ധ്യയാകുമ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞ് ഓടി വന്നിരുന്ന് ഒരു മാതാവിൻ്റെ രൂപത്തിന് മുന്നിലിരുന്ന് കണ്ണുനീർ വാർത്ത് ജപമാല ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. ഒരു മടുപ്പും കൂടാതെ ഒരുപാട് നേരം ഇരുന്ന് കൊന്ത ചൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പഠിപ്പോ ഒന്നുമില്ലാത്തവരാ, പക്ഷെ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളെ വളരെ സൗമ്യതയോടെ നേരിടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ വെല്ലുമിച്ചൊക്കെ എപ്പോഴും പറഞ്ഞു തരും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാതാവിനോട് പറഞ്ഞാൽ മതി, അതിനൊരു പ്രതിവിധി മാതാവ് ഉണ്ടാക്കി തരും, ഈശോയോട് പറഞ്ഞോളും, കാര്യങ്ങൾ ശരിയാക്കി തരും. അങ്ങനെ വെല്ലുമിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ തലമുറ അത് എപ്പോഴും ഉരുവിടുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, ഓരോ സുഹൃദീപങ്ങളും അങ്ങനെ കഴിഞ്ഞ തലമുറ ഒത്തിരി ആശ്രയിപ്പിക്കാനായിട്ട് അല്ലെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ പോകേണ്ടത് എന്നും നിർബന്ധമായിരുന്നു. അപ്പോൾ ഒരു ഗ്രോട്ടോ പള്ളിയുടെ മുന്നിൽ തന്നെ ഗ്രോട്ടോ ഉണ്ട്. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് പോകുന്നെങ്കിൽ മാതാവിനോട് പറഞ്ഞിട്ട് പോകും, മാതാവ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് തിരിച്ചു വരുമ്പോൾ കയറാട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ പള്ളിയിൽ കഴിഞ്ഞ് വന്ന് മാതാവിനോട് അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും, പരീക്ഷ ഉണ്ടെങ്കിൽ മാതാവ് കാത്തോണേട്ടോ എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു അമ്മയോട് പറയുന്ന പോലെ തന്നെ ശരിക്കും മാതാവിൻ്റെ കാപ്പയുടെ ഉള്ളിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഒരു പ്രതിസന്ധികൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ വല്യമ്മച്ചി അന്ന് പറഞ്ഞു തന്നിട്ടുള്ള പോലെ മാതാവിൻ്റെ കരം പിടിക്കുക, ഈശോയിലേക്ക് എടുക്കുക, അതാണ് മനസ്സിലേക്ക് ആദ്യം തന്നെ കടന്നു വരിക. ശരിക്കും പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നത് അല്ലെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന, അല്ലെ ദിനം പ്രതിയുള്ള ഓരോ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നത് എനിക്കും എപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന്. പിന്നെ എൻ്റെ വെല്ലുമിച്ചിയുടെ കാര്യവും ഞാൻ ഓർത്തു. വെല്ലുമിച്ചി പരിശുദ്ധ അമ്മയെ പകർന്നു തന്നുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് ജപമാല കൊച്ചുമക്കളെ ഇരുത്തി ചക്കുക്കുരു പൊളിപ്പിക്കുന്ന സമയത്ത് അമ്മ ഓരോ ചക്കുക്കുരുവിനും ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കുമായിരുന്നു. ഓരോരുത്തർ മാറി മാറി ചൊല്ലും. ആ സമയത്ത് അമ്മ അടുക്കളയിലായിരിക്കും, വിളിച്ചു ചോദിക്കും അമ്മ എത്ര ചക്കുക്കുരു വേണം, അമ്മ പറയും 50 ചക്കുക്കുരു വേണം. അമ്മയൊരു ജപമാല പൂർത്തിയാക്കിക്കുമായിരുന്നു. ശരിക്കും അതൊരു പ്രാക്ടീസ് ആയിരുന്നു കൊച്ചുമക്കൾക്ക്. ഇന്നും ചക്കുക്കുരു കയ്യിലെടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ നന്മ നിറഞ്ഞ മറിയമേ വരും. അത് അന്ന് അമ്മച്ചി പറഞ്ഞു തന്ന, അന്ന് ഞാൻ വിചാരിച്ചില്ലേ ഇത്രയും വലുതാകുമ്പോഴും ഞാനത് ഇനി ഉറക്ക ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പോലും ചക്കുക്കുരു കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് നന്മ നിറഞ്ഞ മറിയമേ വരും. അത് ശരിക്കും കഴിഞ്ഞ വല്യമ്മച്ചിമാര് കൊച്ചുമക്കൾക്ക് പകർന്നു കൊടുത്തിരുന്ന പല രീതിയിലായിരുന്നു. അതൊരു വലിയ അനുഭവം എനിക്ക്, ആ ചക്കുക്കുരു കാണുമ്പോൾ ഉള്ള നന്മ നിറഞ്ഞ മറിയമേ. അതെ ചേച്ചി, ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളൊരു ആകുലതയാണ് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്. അവർ വിശ്വാസത്തിൽ വളരുമോ, അവർക്ക് ഈശോയെ സ്നേഹിക്കുമോ, മുന്നോട്ടുള്ള അവരുടെ ജീവിതം എന്താകും, അതൊക്കെ ശരിക്കും എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു ആകുലതയാണ്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മളാൽ ആകുന്ന വിധം നമുക്ക് നമ്മുടെ വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കുക, നമ്മുടെ വിശ്വാസം അവർക്ക് കാണിച്ചു കൊടുക്കുക,
അത് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ശരിക്കും അവരെ ശക്തിപ്പെടുത്തിക്കോളും. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവില്ല അവരത് ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെ അവരത് വലുതാകുമ്പോൾ അവരത് ഓർക്കുവോ. പക്ഷെ നമ്മൾ എന്താണോ പകർന്നു കൊടുക്കുന്നത് അത് ആ സമയത്ത് ഒളിഞ്ഞു കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുമ്പോൾ അത് തെളിഞ്ഞു തന്നെ വരും. അവരുടെ ജീവിതത്തിൽ അവരത് പാലിക്കുന്നവരായിട്ട് എപ്പോഴും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? നമ്മളുടെ കുടുംബം എങ്ങനെ ഈശോനെ അറിയും, അല്ലെങ്കിൽ നമ്മളുടെ ജോലി മേഖലയിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും, ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള എല്ലാ ചോദ്യം ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഇതെങ്ങനെ സംഭവിക്കും എന്നുണ്ടായിരുന്ന ചോദ്യം. സ്വർഗത്തിന്റെ വലിയ സദ്വാർത്ത കേട്ടപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ അമ്മയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആ മറുപടി ഉണ്ട്. ലൂക്കാസ് വിശേഷത്തിന്റെ 1-ാം അധ്യായം 35-ാം വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ ഒരു മറുപടി കേട്ട സമയത്ത് ത്രിത്വൈക ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഒരു വചന, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ വിളങ്ങി നിൽക്കുന്ന ഒരു വചനമാണ് മറുപടിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും ആ ഉത്തരം കേട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഓട്ടോമാറ്റിക്കായിട്ട് ആമേൻ പറയുന്നതായിട്ട്, അല്ലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് സ്വർഗത്തോട് ആമേൻ പറയുന്ന ഒരു അമ്മയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതുപോലുള്ള പ്രതിസന്ധികൾ അല്ലെ നമ്മുടെ ഉള്ളിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി ത്രിത്വൈക ദൈവത്തിലുണ്ട് എന്ന് ആ വചനത്തിലൂടെ അല്ലെ ആ ഭാഗം കടന്നു പോകുമ്പോൾ ലൂക്കാസ് വിശേഷത്തിന്റെ 1-ാം അധ്യായത്തില് ആ പരിശുദ്ധ അമ്മയുടെ ഫുൾ ഓഫ് ഗ്രേസ് കാണാൻ പറ്റും. മറിയത്തിന്റെ സ്തോത്രഗീതമൊക്കെ ധ്യാനിക്കുമ്പോൾ ആ ഫുൾ ഓഫ് ഗ്രേസിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മ. അപ്പൊ ആ അത്ര ഫുൾ ഓഫ് ഗ്രേസ് അല്ലെ കൃപയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അമ്മയ്ക്ക് ആ ഉത്തരം കേട്ടതേ അത് സ്വർഗത്തിന്റെ മറുപടിയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൃപയിൽ നിറഞ്ഞവരായി നമുക്കും കർത്താവിന്റെ കൃപ മതി എന്തിനേയും നേരിടാൻ, ഈ ലോകത്തെ നേരിടാൻ, നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ, ഈശോയിലേക്ക് എത്തുവാനായിട്ട് ഉള്ള മറുപടി കൃപയിൽ നിറയുക എന്നുള്ളതാണല്ലോ. എന്നാൽ ലൂക്കാസ് വിശേഷത്തിന്റെ 1-ാം അധ്യായം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഫുൾ ഓഫ് ഗ്രേസ്. ആ ഗ്രേസിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മ ആ സ്വർഗത്തോട് ആമേൻ പറഞ്ഞ ഉടനെ അമ്മ എലിശ പുണ്യവതിയുടെ അടുക്കലേക്ക് ശുശ്രൂഷിക്കുവാനായിട്ടാണ് കടന്നു പോകുന്നത്. അതിൽ ഒരു നേഴ്സായിട്ട് കടന്നു പോകുന്ന അമ്മ. ആ അമ്മ അവിടെ ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ചെല്ലുന്ന അമ്മ ഉടനെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നതായിട്ട് കാണാം. പരസ്പര അഭിവാദനം ചെയ്യുന്ന സമയത്ത് തന്നെ ശിശു ഉദരത്തിൽ കുതിച്ചാടി അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അപ്പം ഇതേ ഒരു റോളാണ് ശരിക്കും നമുക്കും ഉള്ളത് അല്ലെ. സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഒരു നേഴ്സായിട്ട് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുപ്പിച്ച് നമ്മളെ രോഗികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത് ഇതുപോലെ ത്രിത്വൈക ദൈവത്താൽ നിറഞ്ഞ് ആ ഫുൾ ഓഫ് ഗ്രേസിൽ നിറഞ്ഞ് രോഗികളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു നേഴ്സിനെ സ്വപ്നം കണ്ടാണ് സ്വർഗം നമ്മളെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളും അതിനോട് ആമേൻ പറയുന്ന സമയത്ത് പരിശുദ്ധ അമ്മയെ പോലെ ഫുൾ ഓഫ് ഗ്രേസിലായിരിക്കുവാനായിട്ട് ഇതാ നമ്മളെ നഴ്സസ് മിനിസ്ട്രിയും പഠിപ്പിക്കുന്നത്. ജോലി മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പം കൂടെയുള്ള കൂട്ടുകാരിലേക്ക് ആശ്വാസമായി പകർന്നു ചെല്ലാൻ, അല്ലെ രോഗികളിലേക്ക് ഒരു രോഗസൗഖ്യമായി കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും എവിടെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു മകളായിട്ട് ജീവിക്കാനായിട്ട് സ്വർഗം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അമ്മയിൽ നിറഞ്ഞ ആ എപ്പോഴും നമ്മൾ ഉരുവിടുന്നുണ്ട് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ആ ഫുൾ ഓഫ് ഗ്രേസ് പകർന്നു കിട്ടാൻ, സ്വർഗത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ അമ്മയെപ്പോലെ സ്വർഗത്തെ തിരിച്ചറിയണം അല്ലെ, സ്വർഗത്തെ സ്നേഹിക്കണം, സ്വർഗത്തെ ഓർത്ത് ആനന്ദിക്കണം. ഭൂമിയിലുള്ള മറ്റൊന്നുമല്ല, സ്വർഗത്തെ ഓർത്ത് ആനന്ദിക്കുവാനായിട്ടുള്ളൊരു കൃപ അത് നമ്മൾ നേടിയെടുക്കണം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുന്നത് 1 മണിക്കൂർ യാത്രയുണ്ട്, ബസ്സിലിരുന്നിട്ട് യാത്രയുണ്ട് 1 മണിക്കൂർ. അപ്പോൾ ആ സമയം ഞാൻ ഒരു കൊന്ത ചെല്ലാനായിട്ട് മാക്സിമം പരിശ്രമിക്കാറുണ്ട്. കാരണം ഒരു ക്രിട്ടിക്കൽ കെയർ ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സിക്കായിട്ടുള്ള രോഗികളായിരിക്കും. അപ്പോൾ അവരെ നോക്കാൻ വേണ്ട ക്ഷമയും അതിന് വേണ്ട കരുത്തുമൊക്കെ പലപ്പോഴും നമുക്കില്ലാത്ത പോലെ തോന്നും. അല്ലെങ്കിൽ അത്രയ്ക്കുമുള്ള എക്സ്പീരിയൻസോ അത്രയ്ക്കുള്ള കഴിവൊന്നും എനിക്കില്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ മാതാവിൻ്റെ കരം പിടിച്ച് നോക്കാൻ പോകുന്ന രോഗികളെ ആയാലും കൂടെ ജോലി ചെയ്യുന്നവരെയും എല്ലാവരെയും മാതാവിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് പോകുമ്പോൾ ശരിക്കും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രോഗികൾ ഈശോയെ കാണാനായിട്ട്, അവർക്ക് ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് മാതാവ് ഈശോയുമായി കടന്നു വരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് എപ്പോഴും. പ്രൈസ് ദി ലോർഡ്.
അതുപോലെ തന്നെ ഞാനും ഇതുപോലെ രാവിലെ പോകുന്നത് ഒരു മണിക്കൂറിൽ മേലെ യാത്ര ചെയ്താണ് പോകുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് ഒരു സെൽ ഗ്രൂപ്പുണ്ട്. അതിൽ പരിശുദ്ധ അമ്മയും ഈശോയും ഞാനും. ആ ഒരു സമയത്ത് ഞങ്ങൾ 3 പേരൂടെ ഒരുമിച്ച് ജപമാല ചൊല്ലി സ്തുതിച്ച് ആരാധിച്ച് ആനന്ദിച്ച് പോകുമ്പോഴത്തേനും ആണെങ്കിൽ അന്നത്തെ ദിവസത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അന്ന് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഡിസേബിൾഡ് സെൻറ്ററിലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളാണ്, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാവുമ്പോഴത്തേനും അവർ ഒത്തിരി ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ അവരെയൊക്കെ ഞാൻ സമർപ്പിച്ച് പോകുമ്പോഴത്തേനും ഒരു വലിയൊരു ഊർജ്ജം നമുക്ക് കിട്ടുന്നതായിട്ട്, ഒരു വലിയൊരു എനർജി കിട്ടുന്നതായിട്ട് ഒത്തിരി അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ നേഴ്സുമാരുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു കൃപയാണ് ക്ഷമയെന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ക്ഷമയുണ്ടെങ്കിലേ ഉള്ളൂ ശരിക്കും നമ്മുടെ ജോലി മേഖലയിൽ നമ്മൾ ശുശ്രൂഷിക്കുന്ന രോഗികളുടെ മുന്നിലും ബൈസ്റ്റാൻഡറിൻ്റെ മുന്നിലും, അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ എല്ലാത്തിനും ഒരു ക്ഷമ നമുക്ക് എല്ലാ കാര്യത്തിനും വേണം. പലപ്പോഴും ഈ ഒരു പ്രാർത്ഥനയിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മയോട് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നെനിക്ക് വേണ്ട എല്ലാ ക്ഷമ എനിക്ക് തന്നനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കാറുള്ളത്. തീർച്ചയായിട്ടും ക്ഷമ നമ്മുടെ ജോലി മേഖലയിൽ അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ നിന്ന്, വചനത്തിൽ നിന്ന്, ജപമാലയിൽ നിന്ന് എല്ലാം ലഭിക്കുന്ന ശക്തി അതൊരു സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് രോഗികളിലേക്ക് കടന്നു ചെന്നാൽ അല്ലെ ദൈവത്തെ ആ വേദനിക്കുന്ന അവസ്ഥയിൽ ഈശോയെ പകർന്നു കൊടുക്കാൻ ശരിക്കും വളരെ എളുപ്പമാണ്. നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞങ്ങ് കടന്നു ചെന്നാൽ ഒത്തിരി പേർക്ക് ആശ്വാസമായി മാറുന്ന ഒരു വലിയ അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. ചേച്ചി ലൂക്കാസ് സുശേഷൻ്റെ കാര്യം പറഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു വചനമായിരുന്നു ലൂക്ക് 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ വിളിക്കപ്പെടും. 3 വർഷം കല്യാണം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ഇപ്പം ആദ്യം കുഞ്ഞുങ്ങളില്ലായിരുന്ന ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരും. പരിശുദ്ധ അമ്മയും ഉണ്ണീശുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ആ അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറയും, അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിനെ എനിക്ക് തരാമോ, കുറച്ച് നേരം ഞാൻ പിടിച്ചിട്ട് അമ്മയ്ക്ക് തിരിച്ചു തരാം എന്നിങ്ങനെ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ ഒരു കൂട്ടായ്മയിൽ വെച്ച് ഞാൻ ഈ വചനം കേൾക്കുന്നത്. ലൂക്ക് 1:35. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സ്പർശിക്കുകയും ആ വചനത്തിൽ ആഴമായി ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യത്തെ കുഞ്ഞിന് പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അതിപ്പോൾ ദൈവം എനിക്ക് ഇപ്പോൾ 3 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഈ 3 പ്രഗ്നൻസിയും ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ തന്നെ കരം പിടിച്ചായിരുന്നു മുന്നോട്ട് പോകുന്നത്. പറ്റുന്നത്രയും ജപമാല ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ജപമാല ചെല്ലാനൊരു കൊതിയായിരുന്നു. എന്തുമാത്രം ജപമാല ചൊല്ലിക്കൂട്ടാവോ അത്രയും ജപമാല ചൊല്ലി. എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ റോസാപ്പൂ കൊടുക്കുന്നതായിട്ടൊരു ഫീലായിരുന്നു. അപ്പോൾ അത്രത്തോളം ജപമാല ചൊല്ലിയും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം പാടിയും എപ്പോഴും നടക്കുമായിരുന്നു. അമ്മയുടെ കരം പിടിച്ച് തന്നെ ആ ഒരു 9 മാസവും കടന്നു പോകും. അതിലെടുത്തു പറയാനുള്ളത് എൻ്റെ 3ാമത്തെ പ്രഗ്നൻസി ആയിരുന്നു. ഞാൻ 3ാമത് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതും എനിക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിയുന്നതും ഒരേ ദിവസമായിരുന്നു. ഞാൻ വാക്സിൻ എടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അറിയാമല്ലോ, പലരും പലതരത്തിൽ പറയുമ്പോൾ ശരിക്കും ആദ്യം ഒരു വിഷമം തോന്നി, എന്തായി തീരുമെന്നൊരു വിഷമം തോന്നിയെങ്കിലും പെട്ടെന്ന് ഞാൻ ആ ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത്, ഈ കുഞ്ഞിനെ അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് എനിക്കിടയാക്കണേ. അങ്ങനെയായിരുന്നു ഞാൻ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു 3ാമത്തെ പ്രഗ്നൻസി ശരിക്കും എനിക്കൊരു ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എങ്കിൽ പോലും 9 മാസം അമ്മയുടെ കരം തന്നെ പിടിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് സിസേറിയനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞങ്ങൾ രാവിലെ കുടുംബമായിട്ട് പള്ളിയിൽ പോയി കുർബാന കണ്ട് തിരിച്ചു വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രയും ദയുള്ള മാതാവ് ചൊല്ലി തുടങ്ങി. പക്ഷേ എനിക്കത് ചൊല്ലി തീർക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ വാ വിട്ട് കരയാനായിട്ട് തുടങ്ങി. വേറൊന്നും അല്ലായിരുന്നു, എൻ്റെ മറ്റ് 2 കുഞ്ഞുങ്ങൾക്കും നല്ല പനിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം. ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഇട്ടേച്ച് എങ്ങനെയാണ് പോകുന്നത്, ഇവരിവിടെ തന്നെ ആയിരിക്കുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. ഒരു വല്ലാത്തൊരു വിഷമം ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു സങ്കടം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു.
ആ ഒരു സമയത്ത് എന്തെന്നില്ലാത്തൊരു വലിയൊരു ശബ്ദം എൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തിനാണ് നീ കരയുന്നത്? നീ ധൈര്യമായിട്ട് പോവുക, നിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു ഇത്. അന്ന് വൈകുന്നേരം ഞാൻ ഡെലിവറി ആയി. അന്ന് വൈകുന്നേരം തന്നെ കുഞ്ഞ് വാവേനെ കാണാനായിട്ട് എൻ്റെ 2 കുഞ്ഞുങ്ങളും വന്ന് ഞാൻ അതിശയിച്ചു പോയി. എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പനിയെല്ലാം കുറഞ്ഞ് അവർ സുഖമായിട്ട് തന്നെയാണ് കുഞ്ഞിനെ കാണാൻ വന്നത്. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയാണ് അന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയെന്ന്. ഒത്തിരി മക്കള് ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ജോലിക്ക് പോകുന്ന മാതാപിതാക്കള് രോഗം ഉള്ള ദിവസങ്ങളിൽ അല്ലെ കുഞ്ഞുങ്ങൾക്ക് പനിയായിട്ടൊക്കെ വീട്ടിൽ തന്നെ കിടത്തിയിട്ട് വരുന്നു, അല്ലെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരുന്നു എന്നുള്ള സാഹചര്യത്തിലൊക്കെ അല്ലെ എപ്പോഴും നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ വരുന്ന ഓരോ നഴ്സുമാരും സാക്ഷ്യമായി പറയാറുണ്ട്. അവരെല്ലാം പറയുന്നത് പരിശുദ്ധ അമ്മ നീല കാപ്പയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ മാധ്യസ്ഥ, ഒരു വലിയ സംരക്ഷണം എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. എനിക്ക് ഒരു കൊച്ചനുഭവം പങ്കുവയ്ക്കാനുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിൽ ഒരു പതിവുണ്ടല്ലോ, എല്ലാ ദിവസവും ഓരോ ഫാമിലി ഏറ്റെടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വളരെ യാദൃശികമായിട്ടാണ് എന്നോട് ടീന ചേച്ചി പറഞ്ഞത്, നീ ഒരു ദിവസം നിന്റെ ഫാമിലിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നിന്റെ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ആ സമയം എനിക്ക് ആരോഗ്യപരമായി ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒപ്പം തന്നെ എനിക്ക് ജോലിയില്ലാതെ ഞാൻ ഒത്തിരി വേദനിക്കുന്ന ഒരു സമയമായിരുന്നു. സാമ്പത്തിക മേഖലയിലും ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. ഈ മൂന്ന് കാര്യങ്ങൾക്കും 3 നിയോഗങ്ങൾക്കും വേണ്ടി ചേച്ചിമാർ ഒത്തിരി പ്രാർത്ഥിച്ചു, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. വളരെ അത്ഭുതകരമായി തന്നെ മാതാവ് വഴി ഈശോ ഇടപെട്ടു. എനിക്ക് പുതിയൊരു ജോലിക്കുള്ള ഒരു വഴി തുറന്നു തന്നു. ആരോഗ്യപരമായ മേഖലയിൽ എനിക്കൊരു സൗഖ്യം തന്ന് ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ വാർഡിലേക്ക് 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഹൃദയത്തിൻ്റെ സർജറിക്കായിട്ട് കടന്നു വരുന്ന ഒരു അമ്മയെ, ആ മോൻ്റെ ഹൃദയത്തിൻ്റെ സർജറിക്ക് മുമ്പുള്ള ചെക്കപ്പുകളിൽ അവൻ്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ ഉണ്ടെന്നും അതിൽ ആബ്സസ് ആണെന്നും കണ്ടെത്തി. അപ്പോൾ ഹൃദയത്തിൻ്റെ സർജറി ഉടനെയൊന്നും നടക്കില്ല, ആദ്യം ന്യൂറോ സർജിക്കൽ സർജറി നടത്തണം, അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ അതിൻ്റെ. ഞാനിപ്പോൾ അത് ഓർക്കുന്നു ചേച്ചി നമ്മളോട് ഇന്റർസെഷൻ പ്രേയറിൽ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് കുഞ്ഞിനും അമ്മയ്ക്കും. നമ്മുടെ ഇന്റർസെഷൻ പ്രേയറിൽ അമ്മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഹൃദയത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ന്യൂറോ സർജിക്കൽ സർജറി ചെയ്യുക എന്നുള്ള അത്ര എളുപ്പമല്ലായിരുന്നു. അനസ്തേഷ്യയുടെയും ഒക്കെ ചെക്കപ്പ് കഴിഞ്ഞപ്പം ആ കുഞ്ഞിന് അനസ്തേഷ്യ കൊടുക്കുന്നത് അപകടമാണെന്നും അല്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നുപോയി, അപ്പോൾ സർജറി ഇവിടെ ചെയ്യാൻ പറ്റില്ല, ദൂരെ എവിടെയെങ്കിലും പോകണം, നാട്ടിലേക്ക് പോകണം, അങ്ങനെയുള്ള ഒത്തിരി ഡിസിഷൻസ് ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും വന്നു. അപ്പോൾ അമ്മ ഒത്തിരി കിടന്ന് വിഷമിച്ചു. കാരണം ആ അമ്മയുടെ ജോലി ഓൾറെഡി കുഞ്ഞിൻ്റെ കെയറിന് വേണ്ടി അമ്മ റിസൈൻ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. ഹസ്ബൻഡിൻ്റെ ജോലി കൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. ഇനി ഇവർക്ക് ഏത് ദൂരെ പോയി ചെയ്യണമെങ്കിലും ഹസ്ബൻഡിൻ്റെ ജോലിയും കൂടെ റിസൈൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇതൊരു 4-5 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ്. അവൻ്റെ ഈ സർജറി കഴിഞ്ഞാൽ തന്നെ, ബ്രെയിൻ്റെ സർജറി കഴിഞ്ഞാൽ തന്നെ ഒരു 2 മാസത്തോളം അവൻ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഫിറ്റ് ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ അടുത്ത കാർഡിയാക് സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ അവസ്ഥയിൽ 2 പേരുടെയും കൂടെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാമ്പത്തിക മേഖല എന്ത് ചെയ്യും? അവർക്ക് സർജറികൾ ചെയ്യാനുള്ള പൈസയില്ല. അങ്ങനെ അവർ കുടുംബമായിട്ട് ഒത്തിരി വിഷമിച്ച് തകർന്നിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഒരു രാത്രിയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു കൂട്ടുകാർ തന്നെ ആ അമ്മയുടെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ ആ അമ്മയിനെ പൊട്ടിക്കരയുക, ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളെ ഇവിടുന്ന് വേറെ എങ്ങോട്ടേലും ഷിഫ്റ്റ് ചെയ്യും, അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒത്തിരി പൊട്ടിക്കരയുന്ന കണ്ടപ്പോൾ അവളുടെ പോക്കറ്റിൽ കിടന്നൊരു ജപമാല അവൾ അമ്മയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. നിനക്കിത് പ്രാർത്ഥിക്കാൻ അറിയുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നിനക്കിത് ശക്തി തരും, നീ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്ക്, നിനക്ക് ഈ ജപമാല ശക്തി തരും എന്ന് പറഞ്ഞ് ആ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോന്നു. പിറ്റേന്ന് കൂട്ടുകാർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് ചെന്നു. ഡോക്ടേഴ്സ് പതിവ് പോലെ റൗണ്ട്സിന് വന്നു. അപ്പോൾ ന്യൂറോ സർജിക്കൽ ഡോക്ടർ അവരോട് പറഞ്ഞ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞങ്ങളൊരു ടീം വരും, കാർഡിയാക് സർജറിയും അനസ്തറ്റിസ്റ്റും എല്ലാവരും കൂടി ഡിസിഷൻ എടുത്തു, നിങ്ങളുടെ സർജറി ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്യുകയാണ്, ഒരു 4 മാസത്തെ സമയമെടുക്കും മൊത്തം ട്രീറ്റ്മെൻറ്റ് കഴിയാനായിട്ട്, പക്ഷേ ഞങ്ങൾ ഇവിടെ തന്നെ 2 സർജറിയും ചെയ്യാനായിട്ട് തീരുമാനിച്ചെന്ന്. ആ അമ്മയ്ക്ക് അതൊരു വലിയ വാർത്തയായിരുന്നു. അവൾ അപ്പം തന്നെ പൊട്ടിക്കരഞ്ഞ് കുറേ സമയം എൻ്റെ കൈ പിടിച്ച് കരഞ്ഞു. ആ കൂടെ ആ അമ്മയുടെ കയ്യിലൊരു ജപമാല ഇരിപ്പുണ്ട്. അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അത് മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഈ കരയുന്നത്. ഇടയ്ക്ക് സ്വരം വന്ന സമയത്ത് പറയുക, എൻ്റെ പരിശുദ്ധ അമ്മയെ 10 വർഷമായി ഞാൻ വേണ്ട, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥയായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു.
ഇന്നലെ രാത്രി തന്നെ എനിക്ക് എൻ്റെ അമ്മ ഉത്തരം തന്നു. ഞാൻ കൈവിട്ട് നടന്നെങ്കിലും എൻ്റെ അമ്മ കൈവിട്ടിട്ടില്ലായിരുന്നു. അത് അമ്മ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. അപ്പോൾ പിന്നീട് എന്നോട് അവൾ കൂടുതൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞ സമയത്ത് പറയുമായിരുന്നു, 10 വർഷമായിട്ട് ഞാൻ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നിരുന്നൊരു മകളായിരുന്നു. പക്ഷേ പല ചിന്തകൾ കാരണം, പല തെറ്റായ ബോധ്യങ്ങൾ കാരണം ഞാൻ 10 വർഷമായിട്ട് പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ രാത്രിയിൽ എൻ്റെ ആ നിസ്സഹായ അവസ്ഥയിൽ ആ മകൾ എന്നോട് വന്ന് പറഞ്ഞപ്പം എനിക്ക് ജപമാല ചൊല്ലാൻ അറിയാമായിരുന്നു. ഞാൻ ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഇന്ന് രാവിലെ തന്നെ ഉത്തരം കിട്ടിയപ്പോൾ ഈശോയാണ് തീർച്ചയായിട്ടും എനിക്ക് അതിനുള്ളൊരു പരിഹാരം അല്ലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി ആ മകൾ തിരിച്ചറിഞ്ഞ രാത്രിയായിരുന്നു. അപ്പോൾ അത്ര കണ്ട് കണ്ണീർ വാർത്ത് കരഞ്ഞു. 4 മാസത്തോളം കുഞ്ഞിന്റെ എല്ലാ സർജറികളും കഴിഞ്ഞു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിൽ അവർ കുടുംബമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയുടെ മുന്നിൽ വന്ന് നമ്മുടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ പെട്ടെന്ന് ആ മകള് പറഞ്ഞത് ഓർത്തത്, കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ പരിശുദ്ധ അമ്മയുടെ കൈവിട്ട് നടന്നെങ്കിലും അമ്മ എൻ്റെ കൈ വിട്ടിട്ടില്ലായിരുന്നു എന്നുള്ളത്. അതൊരു പ്രൈസ് ലോർഡ്. അതെനിക്കും എൻ്റെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ആനന്ദമായിരുന്നു. ആ മകളുടെ പിന്നീടുണ്ടായിരുന്ന 4 മാസക്കാലവും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 4 മാസക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 4 മാസക്കാലവും അവളുടെ ആനന്ദം അല്ലെ ഓരോ ഘട്ടം കടക്കുമ്പോഴും ആ മകളുടെ ഈ പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥം എത്ര വലുതായി, അത് വീണ്ടും സ്ട്രോങ് ആയി, ഒത്തിരി സ്ട്രോങ് ആയി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. കൂടെയുള്ള ഒത്തിരി മക്കൾക്ക് അതൊരു സാക്ഷ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥന തന്നെയാ ജപമാല അല്ലേ? പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈശോയിനെ അനുസരിക്കുക എന്നത് തന്നെയാ. പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നേ നമ്മോട് പറയാനുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. നമ്മുടെ ജീവിതത്തിലെ വീഞ്ഞ് തീർന്നു പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എല്ലാം പ്രാർത്ഥനയിൽ നമ്മൾക്ക് കേൾക്കാം, പ്രാർത്ഥന നമ്മൾക്ക് കേൾക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന പരിശുദ്ധ അമ്മയുടെ മറുപടി, അത് നമുക്ക് വലിയൊരു മാധ്യസ്ഥത്തെ, വലിയൊരു ശക്തി തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ ആ വലിയ മാധ്യസ്ഥം എന്ന് പറയുന്നത് ഒരു ശക്തി തന്നെയാണ്. ഈ ഒക്ടോബർ മാസത്തില് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജപമാല ഒരു ആയുധമാക്കി ഈശോയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ഒത്തിരി മക്കളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഞങ്ങൾ നിങ്ങളോട് പങ്കുവച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ആശ്രയമാണ് പരിശുദ്ധ അമ്മ. ഈ അമ്മ തൻ്റെ എല്ലാ സാഹചര്യത്തിലും ആശ്രയിച്ചത് കൃപയിലാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും സ്വർഗത്തെ നോക്കി പറയാം, ഞങ്ങൾക്ക് നിന്റെ കൃപ മതി. കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുവാനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.